ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ്. അടൂരിൽ നിന്ന് കേൾക്കുമ്പോൾ ശിലാ മ്യൂസിയവും ശിലാ സന്തോഷത്തെക്കുറിച്ച് കേൾക്കാത്തവരാരും തന്നെ ഇല്ല. ശിലാ മ്യൂസിയത്തിൻ്റെ വീഡിയോകളൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് പോകണമെന്ന് പല പ്രാവശ്യമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. യാദൃശ്ചികമായി കഴിഞ്ഞ ദിവസം എനിക്ക് അവിടെ പോകാൻ ഒരു അവസരം ലഭിച്ചു. പുരാതന കാലം മുതലുള്ള പല കാര്യങ്ങളും അദ്ദേഹം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എൻ്റെ കാഴ്ചാപരിധിയിലൂടെ എനിക്കിതൊന്നും വ്യക്തമല്ലെങ്കിലും വീഡിയോയിലൂടെ ഇതെല്ലാം നമുക്ക് സുപരിചിതമാണല്ലോ. നമ്മുടെ നാട്ടിലെ മാത്രമല്ല, പല രാജ്യങ്ങളിലും മനുഷ്യർ പരമ്പരാഗതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളുടെ ഒരു ശേഖരം തന്നെ അവിടെയുണ്ട്. മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളുമായി ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നിന്ന് സന്ദർശിക്കുന്നത് നല്ലൊരു അനുഭവമായിരിക്കും. അതുപോലെ നമുക്കിവിടുത്തെ സന്ദർശനം തികച്ചും സൗജന്യമായിട്ട് നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. അവരിലേക്കും ഇവിടുത്തെ അറിവ് പകർന്നു കൊടുക്കണം എന്നുള്ള നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവേശനം സൗജന്യമായി നൽകിയിരിക്കുന്നത്. നമ്മൾ ഒന്നറിഞ്ഞിരിക്കണം, ഇത് ഒരു പബ്ലിക് സ്ഥാപനമല്ല, ഇത് ഒരു വ്യക്തിയുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് പുറകെ ഒരുപാട് കഷ്ടപ്പെട്ട് ആ കഷ്ടപ്പാടും സന്തോഷങ്ങളും കൊണ്ട് അത് വഴിയിൽ ഉപേക്ഷിച്ച് പോകാതെ അദ്ദേഹം അത് മുറുക്കി പിടിച്ച് ഇത്രത്തോളം അദ്ദേഹം അതിനെ കൊണ്ടുവന്നത് കൊണ്ടാണ് ശിലാ മ്യൂസിയം എന്നൊരു സ്ഥാപനം, ഈ ഒരു പ്രസ്ഥാനം ഇപ്പോൾ അവിടെ ഉള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മളത് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാതെ നമ്മളത് മുറുക്കി പിടിച്ച് അതിനെ താലോലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്നലെ നാളെ ആയാലും നമ്മുടെ മുന്നിലൊരു വിജയം നമ്മളെ കാത്തിരിക്കും. തീർച്ചയായിട്ടും അത് നമ്മളെ ഒരു വിജയത്തിൽ എത്തിച്ചിരിക്കും. അപ്പോൾ ഇവിടെ നല്ലൊരു നാച്ചുറൽ വൈബാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.